നമസ്കാരം. നമ്മൾ ഇന്ന് വളരെ രസകരമായ എന്നാൽ അല്പം ആഴത്തിലുള്ള ഒരു വിഷയമാണ് നോക്കാൻ പോകുന്നത്. പാസ്റ്റർ എൽവിസ് നടത്തിയ ശ്രദ്ധേയമായ ഒരു പ്രഭാഷണത്തെ അടിസ്ഥാനമാക്കി ഒരു വിശ്വാസിയുടെ പേര് അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ വ്യക്തിത്വം ജനനത്തിനു മുമ്പ് മുതൽ നിത്യത വരെ എങ്ങനെ രേഖപ്പെടുത്തപ്പെടുന്നു എന്നാണ് നമ്മളിന്ന് വിശകലനം ചെയ്യുന്നത്. ഇതൊരു കേവലം പേരിന്റെ കാര്യമല്ല കേട്ടോ, അതൊരു ആത്മീയ വ്യക്തിത്വമായി മാറുന്നതിന്റെ വലിയൊരു യാത്രയാണ്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്കിതിലേക്ക് കടക്കാം. ഈയൊരു യാത്ര പ്രധാനമായും 4 ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ജനനത്തിനു മുൻപേ നമ്മൾ എങ്ങനെ അറിയപ്പെടുന്നു, ആ ലക്ഷ്യത്തിലേക്കുള്ള വിളി എന്താണ്, അതിലൂടെ പുതിയൊരു വ്യക്തിത്വം ലഭിക്കുന്നത് എങ്ങനെയാണ്, ഏറ്റവും ഒടുവിലായി സ്വർഗീയ ജീവപുസ്തകത്തിൽ അതെങ്ങനെ രേഖപ്പെടുത്തപ്പെടുന്നു എന്നിങ്ങനെ 4 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഈ വിഷയത്തെ സമീപിക്കുന്നത്. ഇതിലെ ആദ്യത്തെ ഘട്ടം നോക്കാം. ജനനത്തിനു മുൻപേ അറിയപ്പെടുന്നു, അതായത് വ്യക്തിത്വത്തിന്റെ ഉത്ഭവം. ഒരാളുടെ വ്യക്തിത്വം അവർ ജനിക്കുന്നതിനും വളരെ മുൻപ് തന്നെ ദൈവത്താൽ ഉറപ്പിക്കപ്പെടുന്നു എന്ന വലിയൊരു ദൈവശാസ്ത്രപരമായ ആശയമാണ് പാസ്റ്റർ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ ആശയം വ്യക്തമാക്കാൻ അദ്ദേഹം യെരമ്യാവ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വളരെ പ്രശസ്തമായൊരു വചനമാണ് ഉപയോഗിക്കുന്നത്. ഗർഭപാത്രത്തിൽ നിന്നെ ഉരുവാക്കുന്നതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ജനിക്കുന്നതിനു മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു എന്ന് യെരമ്യാവ് 1:5 പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു വ്യക്തിയുടെ തിരഞ്ഞെടുപ്പും വിളിയും അവരുടെ ജനനത്തിനും, എന്തിനേറെ പറയുന്നു, ഭൗതികമായ സൃഷ്ടിക്ക് മുമ്പ് തന്നെ നടക്കുന്നു എന്നാണ് ഇതിലൂടെ അദ്ദേഹം അർത്ഥമാക്കുന്നത്. യെശയ്യാവ് 49:1 ഇതേ കാര്യം തന്നെ വളരെ വ്യക്തമായി ആവർത്തിക്കുന്നുണ്ട്. ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം ആ വ്യക്തിയെ പേര് ചൊല്ലി വിളിക്കുന്നുവെന്ന് പാസ്റ്റർ എൽവിസ് ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നമ്മൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ നമ്മെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവും വിളിയും ദൈവത്തിനുണ്ടായിരുന്നു എന്നാണ് ഈ പ്രഭാഷണം അടിവരയിട്ട് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് കിടക്കാം. ലക്ഷ്യത്തിലേക്കുള്ള വിളി, അതായത് ഭൂമിയിലെ വിളി. ജനനത്തിനു മുൻപേ നിശ്ചയിക്കപ്പെട്ട ഈ വ്യക്തിത്വം ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഒരു പ്രത്യേക ദൗത്യത്തിനായുള്ള വിളിയായി എങ്ങനെ മാറുന്നു എന്നാണ് നമ്മൾ അടുത്തതായി നോക്കുന്നത്. സാധാരണയായി ഈ ലോകത്തിലെ വലിയ ആൾക്കൂട്ടത്തിൽ മനുഷ്യർ പലപ്പോഴും അജ്ഞാതരാണ്, അല്ലേ? ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത വെറും മുഖങ്ങൾ മാത്രം. എന്നാൽ ദൈവത്തിന്റെ വിളി തികച്ചും വ്യത്യസ്തമാണ്. ദൈവം തന്റെ ജനത്തെ പേര് ചൊല്ലിയാണ് വിളിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. വലിയൊരു ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരാളെ പേരുചൊല്ലി വിളിക്കുക എന്നാൽ എന്താർത്ഥം? അവരെ കൃത്യമായി അറിയുകയും ഒരു പ്രത്യേക ലക്ഷ്യത്തിനായി അവരെ തിരഞ്ഞെടുക്കുകയും ചെയ്തു എന്ന് തന്നെയാണ് അതിനർത്ഥം. ഇത് വ്യക്തമാക്കാൻ പാസ്റ്റർ എൽവിസ് തന്റെ പ്രഭാഷണത്തിൽ വളരെ രസകരമായ ചില ഉദാഹരണങ്ങൾ നിരത്തുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ 147:4 പ്രകാരം ദൈവം ആകാശത്തെ നക്ഷത്രങ്ങളെ എണ്ണി അവയെ പേരുചൊല്ലി വിളിക്കുന്നു. അതുപോലെ യോഹന്നാൻ 10:3 കാണുന്നതുപോലെ നല്ല ഇടയൻ തന്റെ സ്വന്തം ആടുകളെ പേരുചൊല്ലി വിളിക്കുന്നു. ഇനി ഉൽപ്പത്തി പുസ്തകം നോക്കിയാലോ, ആദാമിനൊരു സഹായിയെ നൽകാനായി ദൈവം മൃഗങ്ങളെ അവന്റെ അടുത്തേക്ക് കൊണ്ടുവരികയും അവൻ അവയ്ക്ക് പേരിടുകയും ചെയ്യുന്നു. നോക്കൂ, ഇതുപോലെ തന്നെ ആത്മീയമായൊരു പ്രത്യേക ദൗത്യത്തിനായി വിശ്വാസികളെ ദൈവം വളരെ വ്യക്തമായി വ്യക്തിപരമായി വിളിക്കുന്നു എന്നാണ് ഈ സ്രോതസ്സ് നമ്മളോട് പറയുന്നത്. ശരി, അപ്പോൾ വിളി ലഭിച്ചു. ഇനി മൂന്നാമത്തെ ഭാഗം, ഒരു പുതിയ വ്യക്തിത്വം ലഭിക്കുന്നു അഥവാ പരിവർത്തനം. ഈ ദൈവികമായ വിളിക്കുത്തരം നൽകണമെങ്കിൽ നമ്മൾ വെറുതെ അവിടെ ചെന്നാൽ പോരാ. നമ്മുടെ പഴയ വ്യക്തിത്വം പൂർണ്ണമായും ഉപേക്ഷിച്ച് പുതിയതൊന്ന് സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് പ്രഭാഷണം മുന്നോട്ട് വയ്ക്കുന്ന അടുത്ത ആശയം. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരാം, എന്താണ് ഈ പുതിയ പേര്? വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ദൈവം നൽകുന്ന ഒരു ആത്മീയ വ്യക്തിത്വമാണിത്. പാസ്റ്റർ എൽവിസ് ഇവിടെ നമുക്കെല്ലാവർക്കും എളുപ്പം മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു കുട്ടിക്ക് വീട്ടിൽ എന്തെങ്കിലും ഒരു വിളിപ്പേരുണ്ടാക്കാം, എന്നാൽ സ്കൂളിൽ ചേരുമ്പോൾ അവിടെ ഔദ്യോഗികമായി പുതിയൊരു പേര് നൽകപ്പെടുന്നു, അല്ലേ? അതുപോലെയാണ് സഭയിലേക്ക് വരുമ്പോൾ ദൈവം നൽകുന്ന പുതിയ പേരും. അത് പഴയതിനെ പൂർണ്ണമായും ഉപേക്ഷിക്കലാണ്. ലൗകികമായ പേര് പലപ്പോഴും നമ്മുടെ ഭൂതകാലത്തോടും ഈ ലോകത്തോടും ചിലപ്പോൾ പഴയ വിശ്വാസങ്ങളോടുമൊക്കെ ബന്ധപ്പെട്ടതാണ്. എന്നാൽ പുതിയ പേരെന്നത് ദൈവം നൽകുന്ന തികച്ചും ആത്മീയമായൊരു വ്യക്തിത്വമാണ്. പഴയ ആ ലൗകിക പേരുകളിലും സ്വഭാവങ്ങളിലും കടിച്ചുതൂങ്ങി നിൽക്കാതെ സഭയിൽ ദൈവം നൽകുന്ന ഈ പുതിയ ആത്മീയ വ്യക്തിത്വത്തെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം പാസ്റ്റർ ഇവിടെ വളരെ ശക്തിയായി ഊന്നി പറയുന്നുണ്ട്. ഇത് കേവലം ഒരാളുടെ തോന്നൽ മാത്രമല്ല കേട്ടോ. ദൈവം നൽകുന്ന ഒരു പേരിന് എപ്പോഴും ഒരു ആന്തരികമായ സ്ഥിരീകരണവും അംഗീകാരം ഉണ്ടായിരിക്കും എന്നാണ് ബൈബിൾ കാണിക്കുന്നത്. ഉദാഹരണത്തിന്, അബ്രാമിന്റെ പേര് ദൈവം മാറ്റി അബ്രാഹാം എന്നാക്കി മാറ്റി. അതുപോലെ യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ യോസേഫിനും മറിയയ്ക്കും ആ പേര് വെളിപ്പെടുത്തി കൊടുത്തു. അവരിരുവരും അത് അംഗീകരിച്ചു. മറ്റൊന്ന് നോക്കൂ, സ്വന്തം കുടുംബത്തിൽ ആർക്കും ആ പേരില്ലായിരുന്നിട്ടും യോഹന്നാൻ സ്നാപകന്റെ പേര് സെക്കറിയാവും എലിസബത്തും ഒരുപോലെ അംഗീകരിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്തു. നമ്മൾ ഈ മാറ്റങ്ങളെല്ലാം വളരെ കൃത്യമായി കണ്ടു. എന്നാൽ
ഇവിടെ വളരെ പ്രസക്തമായൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ഈ പുതിയ പേര് അന്തിമമായി രേഖപ്പെടുത്തുന്നത് എവിടെയാണ്? അത് വെറും ഭൂമിയിലെ ഏതെങ്കിലും രജിസ്റ്ററുകളിലാണോ? അല്ല. ഈ ചോദ്യം നമ്മെ ഈ പ്രഭാഷണത്തിന്റെ ഏറ്റവും ഗൗരവമേറിയ അവസാന ഭാഗത്തേക്ക് നയിക്കുകയാണ്. നാലാമത്തെയും അവസാനത്തെയും ഭാഗം, സ്വർഗീയ ജീവപുസ്തകം, നിത്യത. നമ്മൾ ഈ ഭൂമിയിൽ സ്വീകരിക്കുന്ന ഈ ആത്മീയ വ്യക്തിത്വം നിത്യതയ്ക്കായി രേഖപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് പാസ്റ്റർ എൽവിസ് ഈ ഭാഗത്ത് സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പ്രഭാഷണത്തിന്റെ ഏറ്റവും നിർണായകമായ ഭാഗവും ഇതുതന്നെയാണ്. ഈയൊരു വലിയ ദൈവശാസ്ത്ര ആശയത്തെ ലളിതമാക്കാൻ പാസ്റ്റർ ഒരു മെരിറ്റ് ലിസ്റ്റിന്റെ ഉദാഹരണം ഉപയോഗിക്കുന്നുണ്ട്. അതായത്, നമ്മളൊരു പുതിയ ജോലിക്കോ അല്ലെങ്കിൽ സ്കൂൾ അഡ്മിഷനോ വേണ്ടി പോകുമ്പോൾ നമ്മൾ ആ മെരിറ്റ് ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടോ എന്ന് ആകാംക്ഷയോടെ നോക്കാറില്ലേ? എങ്ങനെയെങ്കിലും ആ ലിസ്റ്റിൽ ഇടം നേടാൻ നമ്മൾ ശ്രമിക്കും. അതുപോലെ തന്നെ ഓരോ വിശ്വാസിയും തങ്ങളുടെ പേര് സ്വർഗ്ഗത്തിലെ ആ പട്ടികയിൽ, അതായത് ജീവപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ലൂക്കോസ് 10:20 ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഇത് കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങളുടെ പേർ സ്വർഗ്ഗത്തിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് സന്തോഷിപ്പിൻ. ഈ ഭൂമിയിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിലോ അല്ലെങ്കിൽ പിശാചുക്കളെ പുറത്താക്കുന്നതിലോ ഒന്നുമല്ല നമ്മൾ സന്തോഷിക്കേണ്ടത്. മറിച്ച് നമ്മുടെ പേര് സ്വർഗ്ഗത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നതിലാണ് നാം യഥാർത്ഥത്തിൽ സന്തോഷിക്കേണ്ടതെന്ന് ഈ വചനം വളരെ കൃത്യമായി അടിവരയിടുന്നു. എന്നാൽ ഈ ജീവപുസ്തകത്തിൽ പേര് ഇല്ലാതിരുന്നാലുള്ള ഗൗരവമേറിയ അനന്തരഫലങ്ങളും ഈ പ്രഭാഷണത്തിൽ എടുത്തു കാണിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 13:8 പ്രകാരം ജീവപുസ്തകത്തിൽ പേരില്ലാത്തവർ മൃഗത്തെ ആരാധിക്കുമെന്നും വെളിപ്പാട് 20:15 പ്രകാരം അവർ തീപ്പൊയ്കയിൽ തള്ളപ്പെടുമെന്നും ഇതിൽ പറയുന്നു. ഇത് വെറുമൊരു തത്വചിന്തയല്ല കേട്ടോ, മറിച്ച് തികച്ചും അന്തിമമായ 2 ഫലങ്ങളിലേക്കാണ് ബൈബിൾ വിരൽ ചൂണ്ടുന്നതെന്ന് പാസ്റ്റർ വ്യക്തമാക്കുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട കാര്യങ്ങൾ ഒന്ന് ചുരുക്കത്തിൽ നോക്കാം. ഒരു വിശ്വാസിയുടെ ആത്മീയ ജീവിതചക്രം ഇങ്ങനെയാണ്. 1. ജനിക്കുന്നതിനു മുമ്പ് അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ചുതന്നെ ദൈവത്താൽ അറിയപ്പെടുന്നു. 2. ഭൂമിയിലെ ജീവിതത്തിൽ ഒരു പ്രത്യേക ദൗത്യത്തിനായി പേര് ചൊല്ലി വിളിക്കപ്പെടുന്നു. 3. ലോകത്തുനിന്ന് വേർതിരിക്കപ്പെട്ട് പുതിയൊരു പേര് അഥവാ വ്യക്തിത്വം നൽകപ്പെടുന്നു. ഒടുവിൽ 4. ആ പുതിയ പേര് സ്വർഗീയ ജീവപുസ്തകത്തിൽ നിത്യതയ്ക്കായി എഴുതപ്പെടുന്നു. ഇതാണ് ആ പൂർണ്ണമായ യാത്ര. പാസ്റ്റർ എൽവിസിന്റെ പ്രഭാഷണത്തിന്റെ കാതൽ ഈ ഒരൊറ്റ ചോദ്യത്തിലാണ് അവസാനിക്കുന്നത്. ആത്യന്തികമായ ആ സ്വർഗീയ മെറിറ്റ് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ? നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം ഈ ഭൂമിയിലാണോ അതോ നിത്യതയിലാണോ രൂപപ്പെടുന്നത് എന്ന ഈ വലിയ ചിന്തയോടെ ഇന്നത്തെ ഈ വിശകലനം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ.